റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പൂ പോലത്തെ ഇഡ്ഡലി, അതുപോലെ തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇഡ്ഡലി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് ഞെരടിയെടുക്കുക. ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഞെരടിയെടുത്തതിന് ശേഷം നല്ലപോലെ കഴുകിക്കളയുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പശപശപ്പൊക്കെ മാറി കിട്ടുകയും ചെയ്യും, അരിയിലുള്ള അഴുക്കൊക്കെ പോകും. അതിനുശേഷം ഒരു 4-5 വെള്ളം കഴുകി 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിതാ 2 ഗ്ലാസ് അരി എടുത്തപ്പോൾ 1/2 ഗ്ലാസ് ഉഴുന്ന് മാത്രമാണ് എടുത്തേക്കുന്നത്. അത്രയും മാത്രം മതിയാവും. ഇനി അതും നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ച് നമുക്കൊരു 3 മണിക്കൂർ പുറത്ത് വയ്ക്കാം. ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിനകത്തും കൂടെ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ മാവ് ചൂടായി പോകത്തില്ല. ഇപ്പം നമ്മളിതാ ആദ്യം ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് നമ്മളിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അരി അതുപോലെ തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അരി ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരിയും ഉഴുന്നും അളന്നെടുത്ത് അതേ ഗ്ലാസ്സിൽ 1 കപ്പ് ചോറും കൂടെ അടിച്ച് നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സാക്കി വെച്ചാൽ രാവിലെ ആകുമ്പോൾ മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി നിൽക്കും. കണ്ടല്ലോ, പൊങ്ങി നല്ലപോലെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടി ഒന്ന് എണ്ണ തൂത്തതിന് ശേഷം ഇതുപോലെ മാവ് കോരി ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ഇഡ്ഡലി ഇവിടെ റെഡി. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പെട്ടെന്നൊരു ലൈക്ക് അടിച്ചാട്ടെ.